أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وتالله لأكيدن أصنامكم بعد أن تولوا مدبرين فجعلهم جذاذا إلا كبيرا لهم لعلهم إليه يرجعون قالوا من فعل هذا بآلهتنا إنه لمن الظالمين قالوا سمعنا فتى يذكرهم يقال له إبراهيم قالوا فأتوا به على أعين الناس لعلهم يشهدون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1043 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ അംബിയയിലെ 57 മുതൽ 61 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وتالله لأكيدن أصنامكم بعد أن تولوا مدبرين فجعلهم جذاذا إلا كبيرا لهم لعلهم إليه يرجعون قالوا من فعل هذا بآلهتنا إنه لمن الظالمين قالوا سمعنا فتى يذكرهم يقال له إبراهيم قالوا فأتوا به على أعين الناس لعلهم يشهدون. صدق الله العلي العظيم. സൂറത്തുൽ അംബിയയിലെ 57 മുതൽ 61 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഈ സൂറത്തിന് അൽ അംബിയ എന്ന് പേര് വരുന്നതിന് കാരണമായ പ്രവാചകന്മാരെ കുറിച്ചുള്ള പരാമർശങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വായിച്ച ഭാഗത്ത് മൂസ അലൈഹിസ്ലാമിനെയും ഹാറൂൻ അലൈഹിസ്ലാമിനെയും പരാമർശിക്കപ്പെടുകയുണ്ടായി. അതിനെ തുടർന്ന് അവർക്ക് മുമ്പ് അള്ളാഹു വലിയ അനുഗ്രഹങ്ങൾ ചെയ്യുകയുണ്ടായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്ലാമിനെയാണ് പരാമർശിക്കുകയും വിശദമായി ചില കാര്യങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹു പ്രത്യേകമായി റുഷ്ദ് നൽകുകയുണ്ടായ ഒരു വ്യക്തിയാണ്. കാര്യങ്ങളിൽ ഒരു ക്ലിയർ സൈറ്റഡ്നെസ്, വ്യക്തമായ ഒരു ദിശാബോധം അല്ലെങ്കിൽ ഒരു സന്മാർഗബോധം, പക്വത, അതുപോലെ യുക്തിബോധം ഒക്കെ ഉണ്ടായിരുന്ന അത്തരം അനുഗ്രഹങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ടായിരുന്ന ആളാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. പ്രവാചകത്വത്തിനായി തെരഞ്ഞെടുക്കാൻ ഏറ്റവും യോഗ്യനായ വ്യക്തി എന്നുള്ള നിലക്ക് അദ്ദേഹത്തെ അള്ളാഹു അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുകൂടി ഇവിടെ പരാമർശിക്കപ്പെടുകയുണ്ടായി. കുന്നാ ബിഹി ആലിമീൻ, അദ്ദേഹത്തെ കുറിച്ച് വേണ്ട പരിജ്ഞാനമുള്ളവനാണ് നാം എന്നാണ് അള്ളാഹുവോടെ സൂചിപ്പിക്കുകയുണ്ടായത്.
അദ്ദേഹം വാപ്പായോടും സമൂഹത്തെ തന്റെ ചുറ്റുപാടുമുള്ള ആളുകളോടുമായിട്ട് അവരുടെ വിഗ്രഹ പൂജയുടെ പശ്ചാത്തലത്തിൽ ഉന്നയിച്ച ഒരു ചോദ്യമാണ് ഖുർആൻ തുടക്കത്തിൽ പരാമർശിച്ചത്. മാ ഹാദിഹി തമാസീലുല്ലത്തി അൻതും ലഹ ആകിഫൂൻ. നിങ്ങളെ പൂജിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങളെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഗ്രഹങ്ങളുണ്ടല്ലോ, എന്താണ് അവ യഥാർത്ഥത്തില്? എന്താണ് നിങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലോഹവും കല്ലും മണ്ണും ഒക്കെ ആയിട്ടുള്ള ഈ സാധനങ്ങൾ, അവയെയാണ് നിങ്ങൾ പൂജിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് എന്താണ്? നിങ്ങൾ എന്താണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് എന്നാണ് ഇബ്രാഹിം അലൈഹിസ്സലാം അവരോട് ചോദിക്കുകയുണ്ടായത്. അവരുടെ മറുപടി, ഞങ്ങളുടെ പ്രപിതാക്കൾ മുതലേ ഇവയെ ആരാധിച്ചു വരുന്നതായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾ ആ പൈതൃകം, ആ പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്നാണ് അവർ പ്രതികരണമായിട്ട് പറയുകയുണ്ടായത്. ഇബ്രാഹിം അലൈഹി ഇസ്ലാം പറഞ്ഞത്, നിങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ പ്രപിതാക്കൾ വരെ വഴിപഴിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വിഗ്രഹങ്ങളെ പൂജിക്കുന്നവരായിട്ട് നിങ്ങൾക്ക് നിലകൊള്ളാൻ പറ്റുന്നത്. അപ്പോ അത് അവരിൽ വലിയ പ്രകോപനം തന്നെയാണ് സൃഷ്ടിക്കുന്ന ആ നിരീക്ഷണം. ഇബ്രാഹിമെ, നീ കാര്യത്തിലാണോ സംസാരിക്കുന്നത്, അതോ തമാശക്ക് വല്ലതും പറഞ്ഞു പോവുകയാണോ? എന്താണ് നിന്റെ ഉദ്ദേശം എന്നാണ് അവര് തിരിച്ചു ചോദിച്ചത്. ഇബ്രാഹിം അലൈഹി ഇസ്ലാം പറഞ്ഞു, കാര്യത്തിൽ തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ റബ്ബ് യഥാർത്ഥത്തിൽ ഈ വിഗ്രഹങ്ങളൊന്നുമല്ല. ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടാവായ അള്ളാഹുവാണ് നിങ്ങളുടെ നാഥൻ. അക്കാര്യത്തില് നിങ്ങൾക്ക് വേണ്ടി ആണയിട്ട് ശപഥം ചെയ്യാൻ ഞാൻ ഒരുക്കമാണ്. വാന അലാ ദാലിക്കും മിന ഷാഹിദീൻ എന്നാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം പറഞ്ഞു വെച്ചത്. അപ്പോ വാപ്പായോടും സ്വന്തം സമൂഹത്തോടുമായി ഇബ്രാഹിം അലൈഹിസ്സലാം അവര് പിന്തുടർന്നു വരുന്ന പാരമ്പര്യത്തിന്റെയോ പൈതൃകത്തിന്റെയോ ഒക്കെ പേരിൽ അവര് പിന്തുടർന്നു വരുന്ന ആ വിഗ്രഹ പൂജ എന്നത് ഒരു സംശയവുമില്ലാത്ത വിധത്തില് മാർഗഭ്രംശമാണ്, വഴികേടാണ്. അവരുടെ കാലഘട്ടത്തിൽ സംഭവിച്ചതായാലും പൂർവികരായ അവരുടെ പ്രപിതാക്കന്മാരുടെ കാലഘട്ടത്തില് ഉണ്ടായതായാലും അവരിപ്പോ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ വഴി, ഈ മാർഗം, അത് പിഴച്ച വഴിയാണ്, പിഴച്ച മാർഗമാണ്. എവിടെയോ വെച്ച് നിങ്ങൾക്ക് വഴിതെറ്റിപ്പോയിരിക്കുന്നു. ഇതാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം അവരോട് പറയുന്നത്. മക്കയിലെ ആളുകൾക്ക് കൂടിയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണത്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ അതിമഹത്തരമായ പൈതൃകത്തിന്റെ പിന്മുറക്കാരായിട്ട് വന്ന ആളുകൾ അദ്ദേഹത്തിന്റെ ആദർശ പാതയിൽ നിന്ന് വഴിതെറ്റിപ്പോയി വിഗ്രഹാരാധകരും അതുപോലെ വഴിവിട്ട തെറ്റായ വിശ്വാസങ്ങളെ പേറുന്നവരും ഒക്കെ ആയിട്ട് അവർ മാറിയിട്ടുണ്ടായിരുന്നു. അതിനെ അവരുടെ പ്രപിതാക്കന്മാരിൽ നിന്ന് പൈതൃകമായി അവർക്ക് കിട്ടിയതായിട്ടാണ് അവര് പറഞ്ഞുകൊണ്ടിരുന്നത്. യഥാർത്ഥത്തിൽ അവരുടെ പ്രപിതാവ്, അവർക്ക് അനുകരിക്കാൻ ഏറ്റവും യോഗ്യത ഉണ്ടായിരുന്ന പ്രപിതാവ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമാണ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഏകദൈവ വിശ്വാസത്തിന്റെ പാത പിന്തുടർന്ന, ആ സത്യമാർഗത്തിനു വേണ്ടി നിലക്കൊണ്ട, ആ മാർഗത്തിൽ വലിയ ത്യാഗങ്ങൾ അനുഭവിച്ച ദൈവിക ദൂതനാണ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ വഴി വിട്ട് നിങ്ങളിപ്പോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാർഗം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിലെ ജനങ്ങളെ പോലെ അവര് ഏത് വഴികേടിലായിരുന്നോ ഉണ്ടായിരുന്നത്, സമാനമായ മാർഗഭ്രംശത്തിൽ തന്നെയാണ് മക്കയിലെ ആളുകളും ഇപ്പോ ഉള്ളത് എന്ന ഒരു ഓർമ്മപ്പെടുത്തല് ഈ സംഭാഷണത്തിൽ മക്കയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അടങ്ങിയിട്ടുള്ളതായിട്ട് കാണാൻ കഴിയും. ഇബ്രാഹിം അലൈഹി ഇസ്ലാം തന്റെ വാപ്പായോടും നാട്ടുകാരോടും പറഞ്ഞത്, നിങ്ങളുടെ റബ്ബു സമാവാത്തി വൽ അർളാണ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും നാഥനാണ്, അവയെ സൃഷ്ടിച്ചവനായ
നാഥനാണ് നിങ്ങളുടെ റബ്ബ്. അക്കാര്യത്തിൽ എനിക്ക് യാതൊരു സന്ദേഹവുമില്ല. ആരുടെ മുന്നിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് വേണ്ടി അത് ശപഥം ചെയ്ത് പറയാൻ, അത് സാക്ഷ്യം ചെയ്ത് പറയാൻ ഞാൻ ഒരുക്കമാണ് എന്നാണ് ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞത്. ഇതിനെ തുടർന്ന് ഇന്ന് നമ്മൾ വായിച്ചു വെച്ച ആയത്തുകൾ നോക്കാം. വതല്ലാഹി ലഅകീദന്ന അസ്നാമക്കും ബഅദ അൻ തുവല്ലൂ മുദ്ബിരീൻ. ഇബ്രാഹിം അലൈഹിസ്സലാം പറയുന്നത് അത് തന്റെ പിതാവും അതുപോലെ നാട്ടുകാരും കേൾക്കുന്ന വിധത്തിലായിക്കൊള്ളണമെന്നില്ല. അവരോടാണ് സംസാരിക്കുന്നത്, പക്ഷെ അവര് കേൾക്കുന്ന വിധത്തിൽ ആവണമെന്നില്ല. ഇല്ലാത്ത നിലക്ക് പതിഞ്ഞ സ്വരത്തില് ഒരു മനോഗതം പോലെ പറഞ്ഞതാവാൻ ഇടയുണ്ട്. ആ വാചകത്തിന്റെ അർത്ഥം ഇതാണ്: വതല്ലാഹി, അള്ളാഹുവാണ്, ലഅകീദന്ന അസ്നാമക്കും, നിങ്ങളുടെ വിഗ്രഹങ്ങളുടെ കാര്യത്തില് ഞാൻ ഒരു പണി ഒപ്പിക്കുന്നുണ്ട്. ഞാനൊരു തന്ത്രം പ്രാവർത്തികമാക്കാൻ പോകുന്നുണ്ട്. ലഅകീദന്ന അസ്നാമക്കും, നിങ്ങളുടെ ഈ സ്വനമുകളുടെ കാര്യത്തിൽ, നിങ്ങളുടെ ഈ വിഗ്രഹങ്ങളുടെ കാര്യത്തിൽ ഞാനൊരു കൈത് പ്രയോഗിക്കാൻ പോവുകയാണ്, ഒരു തന്ത്രം പ്രയോഗിക്കാൻ പോവുകയാണ്, ഒരു വേല ഒപ്പിക്കാൻ പോവുകയാണ്. ബഅദൻ തുവല്ലൂ മുദ്ബിരീൻ, നിങ്ങളൊന്നങ്ങ് പിരിഞ്ഞു പോകട്ടെ, അതോടുകൂടി ഞാനൊരു വേല ഒപ്പിക്കും എന്നാണ് ഇബ്രാഹിം അലൈഹി സ്വലാം പറയുന്നത്. ഇത് അവർ കേൾക്കുന്ന വിധത്തിലാവാതിരിക്കാനാണ് സാധ്യത. അവരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് എങ്കിൽ പോലും അത് പതിഞ്ഞ സ്വരത്തിൽ ഒരു ആത്മഗതം എന്നുള്ള നിലക്ക് അവർ കേൾക്കാതിരിക്കാൻ, എന്നാൽ അവരോട് പറയുന്ന വിധത്തില് പറയുന്ന ഒരു വാചകമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളൊക്കെ ഇവിടുന്ന് പിരിഞ്ഞു പോയി, ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ വിഗ്രഹങ്ങളുടെ കാര്യത്തിലെ ഒരു പണി ഒപ്പിക്കുന്നുണ്ട്. ഇതാണ് ഇബ്രാഹിം അലൈഹിസ്സലാം പറയുന്നത്. ബഅദ അൻ തുവല്ലൂ മുദ്ബിരീൻ, നിങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞ് പോകുന്നതോടുകൂടി, നിങ്ങളുടെ പിറകുവശം ഇങ്ങോട്ട് തിരിയുന്നതോടുകൂടി ഞാൻ ഈ വിഗ്രഹങ്ങളുടെ കാര്യത്തിൽ ഒരു വേല ഒപ്പിക്കാൻ പോകുന്നുണ്ട്, ഒരു വേല ഒപ്പിക്കാൻ ഇരിക്കുകയാണ് എന്നാണ് ഇബ്രാഹിം അലൈഹിസ്സലാം പറയുന്നത്. അപ്പൊ ഇബ്രാഹിം അലൈഹിസ്സലാം അവർ പൂജിച്ചുകൊണ്ടിരുന്ന വിഗ്രഹങ്ങളെ തന്നെ തന്റെ ദൗത്യ നിർവഹണത്തിന്റെ ഭാഗമായി, തന്റെ സന്ദേശം ഉയർത്തിപ്പിടിക്കുന്നതിന്റെ ഭാഗമായി ആ വിഗ്രഹങ്ങളെ ഒരു നിലക്ക് പ്രയോജനപ്പെടുത്തുകയാണ്. അതിന് അദ്ദേഹം മനസ്സിലൊരു തന്ത്രം ആവിഷ്കരിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഫജഅലഹും ജുദാദ, അതിനെ തുടർന്ന് അദ്ദേഹം അവയെ വെട്ടി നുറുക്കി കളഞ്ഞു, കഷ്ണങ്ങളാക്കി കളഞ്ഞു. ആ വിഗ്രഹങ്ങളെ അദ്ദേഹം തുണ്ടം തുണ്ടമാക്കി. ഇല്ലാ ഖബീറൻ ലഹും, കൂട്ടത്തിലെ വലിയ ഒന്നൊഴികെ. വിഗ്രഹങ്ങളുടെ കൂട്ടത്തില് വലിപ്പമുള്ള ഒന്നിനെ മാറ്റി നിർത്തിയിട്ട് ബാക്കി എല്ലാറ്റിനെയും അദ്ദേഹം വെട്ടി നുറുക്കി തുണ്ടങ്ങളാക്കി മാറ്റി. ലഅല്ലഹും ഇലൈഹി യർജിഊൻ, അവര് ആ വിഗ്രഹത്തിലേക്ക്, കൂട്ടത്തിൽ വലിയ ആ വിഗ്രഹത്തിന്റെ അടുക്കലേക്ക് തിരികെ എത്തട്ടെ എന്നുള്ള നിലക്ക്. അപ്പൊ ഇവര് രാവിലെയും വൈകുന്നേരവും വന്ന് പൂജിച്ചു പോകുന്ന ഈ വിഗ്രഹങ്ങളെ കാണാൻ വേണ്ടി തീർച്ചയായിട്ടും അവര് ഇവിടുന്ന് പിരിഞ്ഞു പോയതിന് ശേഷം വളരെ വൈകാതെ തന്നെ തിരിച്ചെത്തും. രാവിലെയാണ് പിരിഞ്ഞു പോയതെങ്കിൽ സന്ധ്യക്കെങ്കിലും അവര് ഈ വിഗ്രഹങ്ങളുടെ അടുക്കലേക്ക് എത്തും. അപ്പോ ഈ കാഴ്ച അവര് കാണട്ടെ എന്നുള്ള നിലയ്ക്ക് ഇബ്രാഹിം അലൈഹിസ്സലാം ആ വിഗ്രഹങ്ങളൊക്കെ തല്ലിയുടച്ചു. അതിലെ വലിയതിന് മാത്രം ബാക്കിയാക്കി. കൂട്ടത്തിൽ വലിയതിനെ തല്ലിയുടക്കാതെ ഇബ്രാഹിം അലൈഹിസ്സലാം അതിനെ ബാക്കിയാക്കുകയാണ്. എന്നാല് ഈ ആളുകള് അതിന്റെ അടുക്കലേക്ക് വന്നോളൂല്ലോ. ലഅല്ലഹും ഇലൈഹി യർജിഊൻ എന്നാണ് പറയുന്നത്. അവര് ഇതിലേക്ക് തിരികെ വന്നെങ്കിലോ എന്ന നിലക്ക്. ആ കാലഘട്ടത്തിലെ ആളുകളുടെ വിഗ്രഹ ആരാധനയുടെ, അല്ലെങ്കിൽ വിഗ്രഹങ്ങളിലും ബിംബങ്ങളിലും ഒക്കെ അവർക്കുണ്ടായിരുന്ന വിശ്വാസത്തിന്റെ ഒരു
തലം കൂടി ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രയോഗമാണ്. ഈ വിഗ്രഹങ്ങളൊക്കെയും തല്ലിയൊടക്കപ്പെട്ട അവസ്ഥയിൽ അങ്ങനെ കിടക്കുന്നത് കണ്ടുകൊണ്ട് അവർ വരും. അങ്ങനെ വരുമ്പോ കൂട്ടത്തില് ഒരു കേടും പറ്റാതെ നിൽക്കുന്ന വലിയ വിഗ്രഹത്തിന്റെ അടുക്കലേക്ക് അവർ വന്നിട്ട് ചോദിക്കാനിടയുണ്ട്, എന്താണ് ഞങ്ങൾ ഇവിടെ ഇല്ലാതിരുന്ന സമയത്ത് ഈ വിഗ്രഹങ്ങൾക്കൊക്കെ പറ്റിയത്? നീ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, നീയാണോ ഇവയെ തല്ലി ഉടച്ചത്? അതോ ആരാണ് തല്ലി ഉടച്ചത് എന്നത് നിനക്ക് കാണാൻ പറ്റിയില്ലേ? എന്നൊക്കെയുള്ള നിലക്ക് ഈ വിഗ്രഹത്തെ അവര് ചോദ്യം ചെയ്യുന്ന, അല്ലെങ്കിൽ വിഗ്രഹത്തിനോട് ചോദിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാനിടയുണ്ട്. കാരണം വിഗ്രഹങ്ങള് ദൈവങ്ങളാണ്, അവയ്ക്കിതൊക്കെ അറിയാൻ പറ്റും, അവയെ അറിയാതെ ഇതൊന്നും സംഭവിക്കുകയില്ല എന്നൊക്കെയുള്ള വിധത്തിലാണ് അവരുടെ വിശ്വാസം ഉണ്ടായിരുന്നതെങ്കിൽ തീർച്ചയായും ആ വലിയ വിഗ്രഹത്തിനോട് ചോദിച്ചറിയാൻ വേണ്ടി അവര് വരാതിരിക്കില്ല. ആരാണ് ഈ വിഗ്രഹങ്ങളൊക്കെ തച്ചുടച്ചത്? നീയാണോ? നിന്റെ കഴുത്തിലാണല്ലോ വിഗ്രഹ ഈ തല്ലി ഉടച്ച കോടാലി ഇരിക്കുന്നത്. നീയാണോ ഇവയെ തല്ലി ഉടച്ചിട്ടുള്ളത്? അതല്ല വേറെ ആരെങ്കിലും വന്ന് തല്ലി ഉടച്ചതാണോ? നിനക്ക് കാണാൻ പറ്റിയില്ലേ? എന്നൊക്കെയുള്ള ചോദ്യങ്ങള് ഒരു പക്ഷെ അവരുടെ വിഗ്രഹങ്ങളിലുള്ള വിശ്വാസത്തിന്റെ അത്രയും അന്ധതയുള്ള വിശ്വാസമുള്ളവരായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ തച്ചുടക്കപ്പെടാതെ അവിടെ കേടുപാടുകളൊന്നും പറ്റാതെയുള്ള ആ വിഗ്രഹത്തോട് അവർ ചോദിക്കാനിടയുണ്ട്. അങ്ങനെ ചോദിക്കാൻ വേണ്ടി അവർ ആ വിഗ്രഹത്തിന്റെ അടുത്തേക്ക്, ഈ വലിയ വിഗ്രഹത്തിന്റെ അടുത്തേക്ക് വന്നെന്ന് വരും. അതാണ് ഈ ആയത്തിന്റെ ഒരു വായന. മറ്റൊരു വായന ലഅല്ലഹും ഇലൈഹി യർജിഊൻ എന്നതിന് വിഗ്രഹങ്ങളെ തച്ചുടച്ച് ഇബ്രാഹിം അലൈഹിസ്സലാം അങ്ങ് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷെ അവര് അതിനെക്കുറിച്ച് അന്വേഷിച്ച് ഒടുക്കം ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ അടുക്കലെത്തും. കാരണം കുറച്ചു മുമ്പ് ഈ വിഗ്രഹങ്ങളെ കുറിച്ച് സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് സംസാരിച്ച ഒരു ചെറുപ്പക്കാരനാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. അപ്പൊ തീർച്ചയായിട്ടും ആ ചെറുപ്പക്കാരനുമായിട്ട് ആകാശങ്ങളുടെയും ഭൂമിയുടെയും സ്രഷ്ടാവായ നാഥൻ മാത്രമാണ് നിങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആ ചെറുപ്പക്കാരന് ഈ വിഗ്രഹങ്ങൾ തല്ലിയുടച്ചതില് എന്തോ ഒരു പങ്കില്ലാതിരിക്കുകയില്ല എന്ന ഒരു അനുമാനത്തില് അവര് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ അടുക്കലേക്ക് മടങ്ങിയെത്തി എന്ന് വരും. കാര്യങ്ങൾ ഈ വിഗ്രഹങ്ങൾ ഉടഞ്ഞു കിടക്കുന്നത് കണ്ട് അതിനെക്കുറിച്ചുള്ള അന്വേഷണം തുടങ്ങി. അവരുടെ സംശയം ഇബ്രാഹിം അലൈഹി ഇസ്ലാമില് ആവാനിടയുണ്ട്. അങ്ങനെ അവരൊക്കെ തന്നെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ പിടികൂടി ചോദ്യം ചെയ്തെന്ന് വരും. അങ്ങനെ ഒരു വായനയും സാധ്യമാണ്. ഒന്നുകിൽ ഈ വിഗ്രഹത്തിന്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നവരായി മാറും എന്ന ഒരർത്ഥത്തിൽ വായിക്കാം. അതല്ലെങ്കിൽ അവരൊക്കെയും തന്നെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ അടുക്കലേക്ക് ചോദ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടുവരാനിടയുണ്ട് എന്ന നിലക്കും വായിക്കാം. രണ്ട് വായനക്കും സാധ്യതയുള്ള ഒരു രീതിയിലാണ് ഈ ആയത്ത് നിലകൊള്ളുന്നത്. അപ്പൊ കാലു, അപ്പൊ പിന്നെ എന്തുണ്ടായി എന്നുള്ളത് അതിന്റെ ആ പ്രാഥമികമായ കാര്യങ്ങളൊക്കെ വിട്ടുകളഞ്ഞുകൊണ്ടുള്ള അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് വിവരണം. അങ്ങനെ അവർ ചോദിച്ചു എന്ന് പറഞ്ഞാൽ അവര് തിരികെ എത്തി. അവര് വിഗ്രഹങ്ങള് തല്ലിയുടച്ച അവസ്ഥയിൽ അതിനെ കാണുകയുണ്ടായി. അത് അവരിൽ വലിയ ഞെട്ടലുണ്ടാക്കി. തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും അനുമാനിക്കാവുന്ന കാര്യങ്ങളാണ്. ഖുർആൻ അതിനെക്കുറിച്ച് വിവരണം നടത്തേണ്ടതില്ലാതെ തന്നെ അത് കഥയിൽ ചേർത്ത് വായിക്കുന്ന ഓരോരുത്തർക്കും സാധിക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ പിന്തുടരുന്ന ശൈലീപരമായ ഒരു പ്രത്യേകതയാണത്. സൂറത്ത് യൂസുഫ് പാരായണം ചെയ്തപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ചേർത്ത് വായിക്കലുകൾ അനിവാര്യമായ ഒരുപാട് ഭാഗങ്ങൾ വായിക്കുകയുണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ തന്നെ വായനക്കാരന് ചില വിട്ടുപോയ അല്ലെങ്കിൽ ബോധപൂർവം പറയാതിരുന്ന സംഗതികളെ ചേർത്ത് വായിക്കാൻ പറ്റുന്ന ചില വിടവുകൾ നമുക്ക് കാണാൻ കഴിയും. അത് ഖുർആൻ വായനക്കാരനിൽ
ജിജ്ഞാസയുളവാക്കുകയും റീഡർ ഇൻവോൾവ്മെന്റ് ഉള്ള വിധത്തിലുള്ള വായന അനിവാര്യമാക്കുകയും ചെയ്യുന്ന ഖുർആന്റെ ഒരു ശൈലീപരമായ പ്രത്യേകതയാണ്. വായനക്കാരന് ചിലതൊക്കെ അതിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട്, അത് കോമൺ സെൻസിക്കലായ കാര്യങ്ങളാണ്, ഊഹിക്കാവുന്നതും അനുമാനിക്കാവുന്നതും ഒക്കെയായ സ്വാഭാവികതയുള്ള കാര്യങ്ങൾ. അത് ഉൾക്കൊണ്ടുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടുമാണ് തുടർന്നുള്ള വാചകങ്ങൾ നമുക്ക് വായിക്കാൻ സാധിക്കുക. അത് ഖുർആന്റെ ഒരു ശൈലിയാണ്. മനുഷ്യന്റെ രചനയിൽ അങ്ങനെയുള്ളത് കാണാൻ പറ്റില്ല. മനുഷ്യൻ അതുകൂടി ചേർത്ത് പറഞ്ഞിട്ടാണ് അടുത്ത വാചകം പറയുക. അങ്ങനെ കാണുള്ളൂ. മനുഷ്യന്റെ സാഹിത്യ രചനകളിൽ ഇങ്ങനെ ചില സെഗ്മെന്റ്സ് വായനക്കാര് ചേർത്ത് മനസ്സിലാക്കി വായിക്കട്ടെ എന്ന നിലക്ക് വിട്ടുകളഞ്ഞതായിട്ട് കാണാൻ കഴിയില്ല. അത് വല്ല എക്സ്പെരിമെന്റൽ ആയിട്ട് ആരെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും എന്നതേ ഉള്ളൂ. വളരെ കോമൺ സെൻസിക്കൽ ആയിട്ട് മനുഷ്യന്റെ ഒരു നാച്ചുറൽ ഫ്ലോ ഓഫ് ഇമാജിനേഷൻ എന്ന് പറയുന്നത് ഇതൊക്കെ അതിനോട് ചേർന്ന് വരുന്ന വിധത്തിലുള്ളതാണ്. അപ്പൊ ഖാലു, തുടർന്ന് അവര് ചോദിച്ചു, മം ഫഅല ഹാദാ ബി ആലിഹത്തിന, ആരാണ് നമ്മുടെ ദൈവങ്ങളോട് ഈ പണി ചെയ്തത് എന്നാണ് അവരുടെ ചോദ്യം. അപ്പൊ അതിനിടക്ക് അവര് വൈകുന്നേരം തിരിച്ച് അവരുടെ വിഗ്രഹാലയങ്ങളിൽ അല്ലെങ്കിൽ ദേവാലയങ്ങളിൽ എത്തി, അല്ലെങ്കിൽ പൂജാമുറിയിലെത്തി. വിഗ്രഹങ്ങളൊക്കെ തച്ചുടക്കപ്പെട്ടതായിട്ട് കണ്ടു. അത് വലിയ ഞെട്ടലുളവാക്കിയപ്പോ അവര് പരസ്പരം ഇങ്ങനെ ചോദിച്ചു, മൻ ഫഅല ഹാദ ബി ആലിഹത്തിന, ആരാണ് ഞങ്ങളുടെ ദൈവങ്ങളോട് ഈ കടുങ്കൈ ചെയ്തത് എന്ന ഒരു ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. ഇന്നഹു ലമിനൽ ളാലിമീൻ, തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്തിട്ടുള്ള ആള് ആരായാലും അവൻ കടുത്ത അക്രമി തന്നെയാണ് എന്നാണ് അവരൊരു നിരീക്ഷണം നടത്തുകയും ചെയ്യുന്നത്. ഇന്നഹു ലമിനൽ ളാലിമീൻ, ഞങ്ങളുടെ ആലിഹത്തായ ഈ വിഗ്രഹങ്ങൾ, ഞങ്ങളുടെ ദൈവങ്ങളായ ഈ വിഗ്രഹങ്ങളോട് ഈ കടുങ്കൈ ചെയ്തത് ആരാണ്? അത് ആരാണെങ്കിലും വലിയ അക്രമമായി പോയി. അത് ചെയ്ത ആള് വലിയ ദ്രോഹി തന്നെയാണ് എന്നാണ് അവർ പറയുന്നത്. ഖാലു, അപ്പോ കൂട്ടത്തിൽ ചിലര് പ്രതികരിച്ചത് ഇങ്ങനെയാണ്. അവര് പറഞ്ഞു, സമിഅനാ ഫതൻ യദ്കുറുഹും, ഈ വിഗ്രഹങ്ങളെ, നിങ്ങളുടെ ഈ ദൈവങ്ങളെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ സംസാരിക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. സമിഅനാ ഫതൻ യദ്കുറുഹും, ഈ വിഗ്രഹങ്ങളെ പരാമർശിച്ചുകൊണ്ട് അവയുടെ കഥയില്ലായ്കയെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് അവയെ വിമർശിച്ചുകൊണ്ട് ഒക്കെ, അല്ലെങ്കിൽ അവയെ തള്ളിക്കളയുന്ന വിധത്തിൽ ബത്സിച്ചുകൊണ്ടൊക്കെ ഒരു ചെറുപ്പക്കാരൻ സംസാരിക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. സമിഅനാ ഫതൻ യദ്കുറുഹു. അപ്പൊ ഇബ്രാഹിം അലൈഹിസ്സലാം ഈ വിഗ്രഹങ്ങളെ തല്ലി ഉടക്കുകയുണ്ടായത് പൂജാരികളോ അല്ലെങ്കിൽ പരിചാരകരോ അതിന്റെ സേവനത്തിനായിട്ട് രംഗത്തുണ്ടായിരുന്ന ആളുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ലാത്ത ഒരു സമയത്ത്, ആരും കാണാതെയാണ് ഈ വിഗ്രഹങ്ങൾ തച്ചുടക്കുകയുണ്ടായത് എന്നതാണ് കഥയിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം. അപ്പൊ സമിഅനാ ഫതൻ യദ്കുറുഹും, ഒരു ചെറുപ്പക്കാരൻ ഇവയെ പരാമർശിച്ചുകൊണ്ട് ഇവയെ വിമർശിച്ചുകൊണ്ടൊക്കെ സംസാരിക്കുന്നത് ഞങ്ങൾ കേട്ടതാണ്. യുഖാലു ലഹു ഇബ്രാഹിം, ഇബ്രാഹിം എന്നാണ് അവനെ വിളിക്കപ്പെടുന്നത്. ഈ വിവരണത്തിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം, ഇബ്രാഹിം അലൈഹിസ്ലാം ആ ഘട്ടത്തില് വേണ്ടത്ര ജനശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള ഒരാളായി മാറിയിട്ടുണ്ടായിരുന്നില്ല. സമൂഹത്തിലെ ശ്രദ്ധ പതിയേണ്ട ഒരാളായി മാറിയിട്ടുണ്ടായിരുന്നില്ല എന്നതാണ്. ഏതോ ഒരു ചെറുപ്പക്കാരനാണ്, ഇബ്രാഹിം എന്നാണ് അദ്ദേഹത്തിന്റെ പേര് എന്നത് പലർക്കും അറിയാം. അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ വിഗ്രഹങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ടൊക്കെ അവയെ ഫലശൂന്യമായ ഓരോ സംഗതികളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ സംസാരിക്കുന്നതും വിഗ്രഹങ്ങളെ പരാമർശിക്കുന്നതൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്നാണ് ഇവരിവിടെ പറയുന്നത്. മറിച്ച് എല്ലാവർക്കും അറിയുന്ന ഒരു ഇബ്രാഹിം, ചരിത്രത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു വലിയ വിശ്വദൗത്യം നിർവഹിച്ച ഒരാള് എന്നുള്ള നിലക്കൊന്നുമല്ല. ആ ഒരു ഘട്ടത്തിലേക്ക് ഇബ്രാഹിം അലൈഹിസ്സലാം എത്താനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും അത്രയൊന്നും പ്രശസ്തനായിട്ടില്ലാത്ത ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെയാണ് അവർ സൂചിപ്പിക്കുന്നത്. സമിഅനാ ഫതൻ യദ്കുറുഹു, ഒരു ചെറുപ്പക്കാരന് ഇവയെ കുറിച്ചൊക്കെ പറയുന്നത് ഞങ്ങൾ കേട്ടു.
യുഖാലു ലഹു ഇബ്രാഹിം, ഇബ്രാഹിം എന്നാണ് അവനെ പരാമർശിക്കപ്പെടാറുള്ളത്. ഇബ്രാഹിം എന്നാണ് അവന്റെ പേര്. ഖാലു, അപ്പോ അവരുടെ കൂട്ടത്തിൽ ഈ ചോദ്യങ്ങൾ ഉന്നയിച്ച ആളുകള് അല്ലെങ്കിൽ തലയെടുപ്പുള്ള നാട്ടിലെ ആളുകൾ പറഞ്ഞു, ഫൗതു ബിഹി അലാ അയ്യുനിന്നാസ്, എന്നാൽ പിന്നെ അവനെ ആളുകളുടെ കൺമുന്നിലേക്ക് ഇങ്ങ് കൊണ്ടുവരൂ, അവനെ പിടിച്ചു കൊണ്ടുവരൂ, ആളുകളൊക്കെ അവനെ കാണട്ടെ. അലാ അയ്യുനിന്നാസ്, ജനങ്ങളുടെ കൺമുന്നിൽ അവനെ ഇങ്ങ് കൊണ്ടുവരും. ലഅല്ലഹും യശ്ഹദൂൻ, എല്ലാവരും ഒന്ന് അവനെ കാണട്ടെ. ആരാണ് വിഗ്രഹങ്ങളെ ഇങ്ങനെ തല്ലിയുടച്ചത് എന്നത് ജനങ്ങളൊന്ന് കാണട്ടെ. എന്നിട്ട് അത് മാത്രമാവില്ല, വിഗ്രഹങ്ങളെ തല്ലിയുടക്കാൻ ഒരുമ്പെട്ട ഒരു ചെറുപ്പക്കാരൻ, അയാൾ വലിയ ധിക്കാരമാണല്ലോ ചെയ്തിട്ടുള്ളത്, വലിയ അക്രമമാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ സമൂഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു അക്രമം ചെയ്ത ഒരാള്, അതും ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ എന്താണ് ഏറ്റുവാങ്ങാൻ പോകുന്നത് എന്നതും എല്ലാവരും ഒന്ന് കാണട്ടെ എന്നൊരു സൂചന അതിൽ അടങ്ങിയിട്ടുണ്ട്. ലഅല്ലഹും യശ്ഹദൂൻ, അവരെല്ലാവരും അവനെ ഒന്ന് കണ്ട് മനസ്സിലാക്കട്ടെ, ആരാണ് കക്ഷി എന്നത്, എന്താണ് ജനങ്ങൾ അവനെ ഏത് വിധത്തിലാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നതും അവരൊന്ന് മനസ്സിലാക്കട്ടെ. അപ്പോ ഖാലു ഫഅ്തു ബിഹി അലാ അയ്യുനിന്നാസ്, നിങ്ങൾ അവനെ ആളുകളുടെ കൺമുന്നിലേക്ക് ഇങ്ങ് കൊണ്ടുവരും. ലഅല്ലഹും യശ്ഹദൂൻ, അവരൊക്കെ അവനെ ഒന്ന് ശരിക്ക് കാണട്ടെ. ഇതാണ് ആ തലമുതിർന്ന തലയെടുപ്പുള്ള അല്ലെങ്കിൽ കൂട്ടത്തില് നേതൃപടവുമുള്ള സമൂഹത്തില് പ്രാധാന്യമുള്ള ആളുകൾ ആ ഘട്ടത്തിൽ പറയുകയുണ്ടായത്. കാരണവന്മാരുടെ വർത്താനാണ്, അല്ലെങ്കിൽ അന്നത്തെ അധികാരവും അതുപോലെ ശേഷിയും ഒക്കെ ഉണ്ടായിരുന്ന മുതിർന്ന ആളുകൾ പറഞ്ഞ കാര്യം അതാണ്. ബാക്കിയുള്ളവരോട് നിങ്ങൾ പോയി ഇബ്രാഹിമിനെ എങ്ങ് പിടിച്ചുകൊണ്ട് വരും, അങ്ങനെ ഒരുത്തനോ, എങ്കിൽ അവനെ എല്ലാവരും ഒന്ന് കാണട്ടെ, എല്ലാവരുടെയും കൺമുന്നിൽ അവന് ഒന്ന് ഉണ്ടാവട്ടെ എന്നുള്ള നിലക്കാണ് പറയുന്നത്. ലഅല്ലഹും യശ്ഹദൂൻ, അവരൊക്കെയും തന്നെ അവന്റെ കാര്യത്തില് ദൃക്സാക്ഷിയാവട്ടെ, എന്താണ് അവൻ ചെയ്തിട്ടുള്ളതെന്നും അതിന്റെ പേരിൽ അവന്റെ മേൽ സ്വീകരിക്കപ്പെടാൻ പോകുന്ന നടപടി എന്താണെന്നൊക്കെ എല്ലാവരും ഒന്ന് കാണട്ടെ എന്നാണ് അവർ പറയുന്നത്. ഈ വിവരണം ഇവിടെ അവസാനിക്കുന്നില്ല, ഇതിന്റെ ബാക്കി ഭാഗം തുടർന്നുള്ള ആയത്തുകളിൽ വരുന്നുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോ കടക്കുന്നില്ല. ഒരു ചോദ്യം നമ്മുടെ ഗ്രൂപ്പിൽ വന്നതുണ്ടായിരുന്നത്, ആരാണ്, വിഷ്ണു തുടങ്ങുന്ന ഒരു പേരാണ്. അതില് ചോദ്യം ഇതാണ്: സ്റ്റാർ ഹെൽത്ത് കെയർ പോലെയുള്ള ഇൻഷുറൻസ് നമുക്ക് എടുക്കാൻ പറ്റില്ലേ? ഫാമിലി പാക്കേജ് പോലുള്ള സ്കീം നമുക്ക് പറ്റില്ലേ എന്നതാണ്. ഈ സ്റ്റാർ ഹെൽത്ത് കെയർ അതുപോലെ ഫാമിലി പാക്കേജ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് സ്പെസിഫിക് ആയിട്ട് അറിയില്ല. ഞാൻ ഇൻഷുറൻസ് എടുക്കുന്ന ഒരാളല്ലാത്തത് കൊണ്ട് തന്നെ ഞാനതൊന്നും പഠിക്കാൻ പോയിട്ടുമില്ല. ഇത് ആരോഗ്യരംഗത്തെ ചികിത്സാ ആവശ്യങ്ങൾക്കായിട്ടുള്ള ഇൻഷുറൻസ് സ്കീമിനെ കുറിച്ചാണ് ചോദ്യം. ഞാൻ മനസ്സിലാക്കുന്നത് ഇത് മെഡിസെപ്പ് ഒക്കെ പോലെയുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ്, ആരോഗ്യരംഗത്ത് ചികിത്സ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള ഇൻഷുറൻസ് ആണ് എന്നതാണ്. ഇതില് വലിയൊരു പ്രശ്നം അടങ്ങിയിട്ടുള്ളത്, അത്രയും സർവവ്യാപിയായി മാറിയിട്ടുള്ള ഒരു സംഗതിയാണ് ഈ ആരോഗ്യ ആവശ്യത്തിനുള്ള, ചികിത്സാ ആവശ്യത്തിനുള്ള മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അലോപ്പതി ചികിത്സയുടെ നടുവൊടിക്കുന്ന ചെലവ്, മുതുകൊടിച്ചു കളയുന്ന വിധത്തിലുള്ള, അല്ലെങ്കിൽ കുടുംബത്തെ ആകെ പാപ്പരാക്കുന്ന വിധത്തിലുള്ള പണച്ചെലവാണ് ചികിത്സാ രംഗത്ത് ഇന്നുള്ളത്. പ്രത്യേകിച്ച് അർബുദം പോലെയുള്ള രോഗങ്ങൾക്ക് ആശുപത്രി ചെലവ്, അതിന്റെ എല്ലാ പ്രൊസീജിയറും ഒക്കെ ആയിട്ട് വമ്പൻ ചെലവ് വരുന്നുണ്ട്. ഒരു അർബുദ രോഗം ഉള്ള ഒരാൾ കുടുംബത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുടുംബത്തിന്റെ സാമ്പത്തികമായ അടിത്തറ തന്നെ തകർന്നു പോകും.
ആ വിധത്തിലുള്ള ചികിത്സാ ചെലവുകൾ. എന്നാൽ ഫലത്തില് ആ ചികിത്സ എന്തെങ്കിലും നേട്ടമുണ്ടാക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും ഒരു പാലിയേഷന് അപ്പുറത്തേക്ക് അതൊന്നും ഉണ്ടാവാറുമില്ല. വേദന അറിയാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ചില ഇടപെടലുകളൊക്കെ ആയിട്ടൊക്കെയാണ് അതിന്റെ ഫലം കാണാറുമുള്ളത്. എന്തായാലും അത് അവിടെ ഇരിക്കട്ടെ. ആരോഗ്യരംഗം എന്ന് പറയുന്നത് വലിയ ചൂഷണത്തിന്റെ ഒരു രംഗമാണ്. അപ്പൊ അത് താങ്ങാൻ കഴിയാത്ത ഒരവസ്ഥ ആളുകൾക്ക് ഉണ്ടാവുന്നത് കൊണ്ട് നമ്മുടെ ഒരു സെക്യുലർ പശ്ചാത്തലത്തിൽ രൂപപ്പെട്ടു വന്നതാണ് ഈ ഹെൽത്ത് ഇൻഷുറൻസ്, മെഡിക്കൽ ഇൻഷുറൻസ് എന്നൊക്കെ പറയുന്ന സംവിധാനം. അത് ഇസ്ലാമിക മര്യാദകൾ പാലിച്ചുകൊണ്ടുള്ള ഒരു സംഗതിയല്ല. അത് ബേസിക്കലി പലിശ അധിഷ്ഠിതമാണ്. പലിശയുടെ സൂക്ഷ്മമായ തലങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ശ്രദ്ധയോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അത്തരം സംവിധാനങ്ങളുടെ ഭാഗമാവുകയില്ല. പക്ഷെ അത് തൊഴിൽപരമായും മറ്റും നിർബന്ധമായ ഒരു സംഗതിയായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോ സർക്കാർ ഉദ്യോഗത്തിലുള്ള ആളുകൾക്കൊക്കെ മെഡിസെപ്പിന്റെ ഭാഗം ആവേണ്ടി വരും. പക്ഷെ അതിലെ അടങ്ങിയിട്ടുള്ള ഒരു പ്രശ്നം, അത് ആ പണം അവര് പെരുപ്പിക്കുന്നത് പലിശ അധിഷ്ഠിതമായ ഒരു സംവിധാനത്തിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ്. നമ്മളതിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിന്റെ പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ഡിപ്പെൻഡൻസിന് അതിൽ നോമിനീസ് ആയിട്ട് കൊടുത്ത നമ്മുടെ ഡിപ്പെൻഡൻസിന് കൂടി അതിന്റെ ചികിത്സാ ആവശ്യത്തിന് അതിന് കവറേജ് കിട്ടുന്നു എന്നതാണ് അതിന്റെ ഗുണം. നമ്മൾ അതിൽ കൊടുക്കുന്ന പണം നമുക്ക് തിരികെ കിട്ടുന്നത് നമ്മൾ രോഗത്തിന്റെ കാരണത്താൽ ചികിത്സക്ക് വേണ്ടി പോകുമ്പോൾ മാത്രമാണ്. അല്ലെങ്കിൽ ആ പണം എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുകയാണ്. ആയിരക്കണക്കിനോ കോടിക്കണക്കിനോ ആളുകൾ ഈ പോളിസി എടുക്കുമ്പോൾ ഈ ഇൻഷുറൻസ് സംവിധാനത്തില് വളരെ വലിയ തുകയാണ് എത്തുന്നത്. എല്ലാ മാസവും ഇപ്പോ മെഡിസെപ്പ് ആണെങ്കിൽ എല്ലാ മാസവും 500 രൂപ അതില് പ്രീമിയം അടക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് അത് സംവിധാനിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോ ചിലപ്പോഴൊക്കെ ഈ നമ്മൾ ഒടുക്കിയ പണത്തിനേക്കാൾ അത്രയും അതിന് പ്രൊപ്പോർഷനേറ്റ് അല്ലാത്ത വലിയ തുകയുടെ ഒക്കെ കവറേജ് അതിൽ നിന്ന് നമുക്ക് രോഗം ഉണ്ടാവുമ്പോൾ ലഭിച്ചെന്ന് വരും. അങ്ങനെ ഇൻഷുറൻസിന്റെ ലഭ്യത ഉണ്ട് എന്നുള്ള ഒരു സാധ്യത വെച്ചുകൊണ്ട് തന്നെ ഹോസ്പിറ്റലുകളും ആരോഗ്യരംഗത്തെ സംവിധാനങ്ങളും ഒക്കെ കഴുത്തറപ്പൻ ഫീസാണ് നിശ്ചയിച്ചു വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താണ് ഇത്ര അതിൽ ആശങ്കപ്പെടാനുള്ളത്? അത് ഇൻഷുറൻസ് നിന്ന് കിട്ടുന്നതല്ലേ എന്നാണ് പറയാം. എന്നിട്ട് വലിയ തുക ഈടാക്കും. എന്നാലും ഇതിലൊക്കെ ഒരുപാട് ചതിക്കുഴികളുണ്ട്. കൂടാതെ കണ്ട് ഈ സംവിധാനം മൊത്തത്തില് പലിശ കൊണ്ട് പെരുപ്പിച്ചെടുക്കുന്ന ഒരു സംഗതിയാണ്. ആ പലിശ സംവിധാനത്തിന്റെ ഇരകള് തീർച്ചയായിട്ടും നമ്മളെ ബാങ്കിങ് വ്യവസ്ഥയിലൊക്കെ പോലെ തന്നെ അതിന്റെ ദുരന്തം ഏറ്റുവാങ്ങുന്നുണ്ട്. പണം കയ്യിലില്ലാത്തത് കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ് വായ്പ എടുക്കുന്ന ആളുകൾ. അപൂർവമായിട്ട്, അല്ലെങ്കിൽ അപൂർവം എന്നൊന്നും പറയേണ്ടതില്ല, പിന്നെ ലോൺ എടുക്കുന്ന ആളുകള് പണം വെളുപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. കള്ളപ്പണം മാർക്കറ്റിൽ കൊണ്ടുവരുമ്പോൾ അതിനൊരു സോഴ്സ് കാണിക്കാനില്ലാത്തത് കാരണമായിട്ട് ലോൺ എടുത്തുകൊണ്ട് അങ്ങനെ രേഖ ഉണ്ടാക്കുന്ന ഒരു രീതിക്ക് വേണ്ടി ലോൺ എടുക്കുന്നവരാണ്. അങ്ങനെ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി ലോൺ എടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ വലിയ നഷ്ടമൊന്നുമില്ല. അവർക്ക് ആവശ്യമുള്ളപ്പോൾ തിരിച്ചടക്കാനും പലിശയുടെ ദുരിതം ഏറ്റുവാങ്ങാതിരിക്കാനും ഒക്കെ സാധിക്കും. എന്നാൽ ജനുവിനായ ഒരു ആവശ്യത്തിന് വേണ്ടി വായ്പ എടുക്കുന്ന ആള് അത് തിരിച്ചടക്കാൻ കഴിയാതെ അവരുടെ താമസിക്കുന്ന ഇടം, വീടും സ്ഥലവും തന്നെ ജപ്തി ചെയ്യുന്ന അവസ്ഥയിലേക്കൊക്കെയാണ് മിക്കപ്പോഴും കാര്യങ്ങൾ പോകാറുള്ളത്. സമയത്തിന് തിരിച്ചടക്കാതെ പലിശ പെരുകി വായ്പ വാങ്ങിയ തുകയുടെ എത്രയോ ഇരട്ടി തിരിച്ചടക്കേണ്ടി വരുന്ന അവസ്ഥ വന്ന് അവസാനം താമസിക്കുന്ന വീടും സ്ഥലവും വിറ്റ് അല്ലെങ്കിൽ ജപ്തി ചെയ്ത് അത് കൈകാര്യം ചെയ്യപ്പെടുന്ന, അവര് കുടിയിറക്കപ്പെടുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ കുറെ ആളുകളെ കുടിയിറക്കിയും ഞെക്കിപ്പിഴിഞ്ഞും ഒക്കെ ഉണ്ടാക്കുന്ന ഈ പണമാണ് യഥാർത്ഥത്തില് നമുക്ക് രോഗചികിത്സക്കായിട്ട്
എന്തെങ്കിലുമൊക്കെ നമുക്ക് ഗുണമുള്ള വിധത്തില് നമ്മളിലേക്ക് എത്തുന്നു എന്ന് നമ്മൾ കരുതുന്ന പണം ഇങ്ങനെ വർദ്ധിപ്പിച്ച പണമാണ്. വേറെ ഒന്ന്, ഇൻഷുറൻസ് കമ്പനികള് കോടിക്കണക്കിന് രൂപ പ്രീമിയം ആയിട്ട് അവരുടെ കയ്യിൽ എത്തുന്നുണ്ടെങ്കിലും അതില് വളരെ ചുരുങ്ങിയ ഒരു ശതമാനം ആളുകൾക്ക് മാത്രമാണ് ഈ മെഡിക്കൽ ഇൻഷുറൻസിന്റെ ഒരു സാമ്പത്തിക നേട്ടം എന്നുള്ള നിലക്ക് തിരികെ കിട്ടുന്നത്. ബാക്കിയുള്ള ആളുകളുടെ കാര്യത്തില് ആയുഷ്കാലത്ത് ഒരിക്കൽ പോലും അതിന്റെ ഗുണമൊന്നും നേടാതെ തന്നെ ചിലപ്പോ അവര് മരിച്ചു പോവുകയോ സ്കീം അവസാനിക്കുകയോ ഒക്കെ ചെയ്യും. അപ്പൊ അതിൽ അടങ്ങിയിട്ടുള്ള പ്രശ്നം മറ്റുള്ളവരുടെ പണമാണ് രണ്ട് നിലക്ക്. ഒന്ന്, മറ്റുള്ളവർ അടച്ച പ്രീമിയമാണ് നമുക്ക് ചികിത്സക്കായിട്ട് കിട്ടുന്നത്. അതിന് അവര് കൊടുത്ത പണം നമുക്ക് പ്രയോജനപ്പെടുത്താൻ വേണ്ടി തൃപ്തിപ്പെട്ട് കൊടുത്തതാണോ എന്ന ഒരു വിഷയം അടങ്ങിയിട്ടുണ്ട്. പൊരുത്തപ്പെട്ടു കൊടുക്കുക എന്ന് പറയാറുണ്ട് കേരളീയ മുസ്ലിം പശ്ചാത്തലത്തിൽ. അങ്ങനെ പൊരുത്തപ്പെട്ടു കൊടുത്തത് ആയിക്കൊള്ളണം എന്നില്ല ഭൂരിഭാഗം ആളുകളുടെയും കാര്യത്തിൽ. പലപ്പോഴും ശപിച്ചുകൊണ്ടും വേണ്ടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടും നിവൃത്തിയില്ലാത്തതും ഒക്കെ ആയിട്ട് മനമില്ലാ മനസ്സോടെ ആണ് ഈ പ്രീമിയം കൊടുക്കാറുള്ളത് പലരും. അതേസമയത്ത് ഇങ്ങനെ ഇത് എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു സാമൂഹ്യ സുരക്ഷാ സംവിധാനം ആണ്, അത് എല്ലാവർക്കും ഗുണമുണ്ടാവണം എന്നുള്ള നിലക്കാണ് നമ്മൾ തുടങ്ങുന്നത്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും സന്തോഷത്തോടു കൂടി തൃപ്തിപ്പെട്ടുകൊണ്ട് ഇതിലേക്ക് മാസത്തിൽ ഇത്രയും കൊടുക്കാം, രോഗം വരുമ്പോ എല്ലാവർക്കും അതിന്ന് ഗുണം നേടുകയും ചെയ്യാം എന്നൊരു രീതിയിൽ പരസ്പരം തൃപ്തിപ്പെട്ടുകൊണ്ടുള്ള ഒരു സംവിധാനമായിട്ടാണ് ഇതിലേക്ക് പ്രീമിയം വരുന്നതെങ്കിൽ ആ ഒറിജിനൽ എമൗണ്ട് ഹലാലാവും. രണ്ട് നിലക്കുള്ള ഹെറാമുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഒന്ന്, ഈ ഒറിജിനൽ എമൗണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് കൊടുക്കുന്നതല്ല എന്നതാണ് ഒരു വിഷയം. രണ്ടാമത്തത്, ഇൻഷുറൻസ് കമ്പനികൾ അത് പെരുപ്പിക്കുന്നത് പലിശ കൊടുത്തുകൊണ്ടാണ്. പലിശക്ക് പല കമ്പനികൾക്കും വ്യക്തികൾക്കൊക്കെ വായ്പ കൊടുത്തുകൊണ്ടാണ് അതിനെ പെരുപ്പിച്ചെടുക്കുന്നത്. അവിടെയും അപകടമാണ്. അപ്പൊ ഈ രണ്ട് പ്രകടമായ പ്രശ്നങ്ങളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. ഒന്ന്, എല്ലാവരും തൃപ്തിപ്പെട്ടുകൊണ്ട് മാസത്തിൽ 500 രൂപ വീതം അങ്ങ് കൊടുക്കുകയാണ്. അത് രാജ്യത്തെ അല്ലെങ്കിൽ നാട്ടിലെ ആളുകളുടെയൊക്കെ ചികിത്സക്ക് വേണ്ടിയുള്ള എന്റെ സംഭാവനയാണ്, ഞാനും ബുദ്ധിമുട്ടിൽ പെടുമ്പോൾ എനിക്ക് അതിന് ഗുണമുണ്ടാകും എന്നൊരു ധാരണയിൽ സന്തോഷത്തോടു കൂടി പൊരുത്തപ്പെട്ട് തൃപ്തിയിൽ കൊടുക്കുന്ന ഒരു സംഗതിയാണെങ്കിൽ ആ സൈഡ് ക്ലിയർ ആയി വെക്കാം. മറ്റേ സൈഡ്, ഈ പണം ഇൻഷുറൻസ് കമ്പനികൾ എന്ത് ചെയ്യുന്നു, അതിൽ നിന്ന് കടുത്ത വളരെ വലിയ കൊള്ള ലാഭം ഉണ്ടാക്കിയെടുക്കുകയാണ് അവർ ചെയ്യുന്നത്. ഇൻഷുറൻസ് കമ്പനികളിലെ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ വലിയ ശമ്പളമാണെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിന്റെ ഒരു കാരണം ഇതാണ്. വലിയ തുക കോടിക്കണക്കിന് ആളുകളിൽ നിന്നിങ്ങനെ പിരിച്ചെടുക്കുകയും എന്നിട്ട് ചുരുക്കം എണ്ണം ആളുകൾക്ക് മാത്രം അതിന്റെ ഗുണം ലഭിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ്. ബാക്കിയുള്ളവരുടെ പണമൊക്കെ അതിൽ നിക്ഷേപിക്കപ്പെടുന്നു എന്നതല്ലാതെ ഒരിക്കലും അവർക്കത് തിരിച്ചു കിട്ടുന്നില്ല. എന്നിട്ട് ഈ പണം അവര് വ്യയം ചെയ്യുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആളുകൾക്കോ കമ്പനികൾക്കോ പലിശ നിരക്കില് ആദായം ആവശ്യപ്പെട്ടുകൊണ്ട് ആ നിബന്ധനയോട് കൂടിയാണ്. അതും പലിശ തന്നെയാണ്, വ്യക്തമായിട്ടും നിർണയിച്ച തുകയാണ്, ലാഭവിഹിതം എന്നതല്ല. ലാഭം ആയിക്കൊള്ളണമെന്നില്ല, പലപ്പോഴും വലിയ നഷ്ടമൊക്കെ ആയിരിക്കും ചിലപ്പോഴൊക്കെ. എന്തായാലും ഇങ്ങനെയാണ്. അപ്പൊ ഈ രണ്ട് വിഷയങ്ങളിലും ഇൻഷുറൻസ് സംവിധാനങ്ങളിൽ സങ്കീർണതകൾ അടങ്ങിയിട്ടുണ്ട്, ഇസ്ലാമികമല്ലായികയുണ്ട്. ഇപ്പോ കാർ ഇൻഷുറൻസ് കാര്യത്തിൽ ഞാൻ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കാറുള്ളൂ. എന്റെ കാരണം എന്താന്ന് പറഞ്ഞാല്, തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കാതെ നമുക്ക് വണ്ടി റോട്ടിൽ ഇറക്കാൻ ഇവിടുത്തെ ഭരണകൂടം സമ്മതിക്കൂല. അതുകൊണ്ട് തന്നെ അത് എടുക്കേണ്ടതുണ്ട്. പിന്നെ ഫുൾ കവറേജ് ഉള്ള ഇൻഷുറൻസ് ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും അപകടം പറ്റിയാൽ അതിന് നഷ്ടപരിഹാരം ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കിട്ടും എന്നതാണ്. ആ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കിട്ടുന്ന പണം നമ്മൾ കൊടുത്ത പണമൊന്നുമല്ല, അതിനേക്കാളൊക്കെ ഒരുപാട് കൂടുതൽ ഉണ്ടാവും ചിലപ്പോഴും. അപ്പൊ അത് നമുക്ക് തരുന്നത് ലാഭമൊന്നുമല്ല, പലിശയാണ്. ഈ കാരണത്താൽ എനിക്കത് വേണ്ട എന്ന് വെച്ചുകൊണ്ട് തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രമാണ് എടുക്കാറുള്ളത്. അത് പോയത് അങ്ങ് പോയി, അത്ര തന്നെ.
അത് ഇവിടുത്തെ നിയമപരമായ അനുവാദം നമുക്ക് റോട്ടിൽ വണ്ടി ഇറക്കാൻ ആവശ്യമുള്ളത് കൊണ്ട് ആ പണം ഇൻഷുറൻസിന്റെ പേരിൽ ആ പണം കൊടുക്കുന്നു എന്നത് മാത്രമാണ് അതിൽ ചെയ്യുന്നത്. അതിൽ നമ്മളൊരു ഗുണം പറ്റുന്നില്ല. തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും അതിന് ലഭിക്കില്ല. അപ്പോ ഇതാണ് ഇൻഷുറൻസിന്റെ യഥാർത്ഥത്തിലുള്ള ചിത്രം. പിന്നെ നമ്മുടെ സാമൂഹ്യ ക്രമം മുച്ചൂടും ഇങ്ങനെയായി മാറിയ അവസ്ഥയിൽ ഇത് ഒന്ന് ഹലാലാക്കി തന്നൂടെ എന്നൊക്കെ ചിലർക്ക് തോന്നുന്നുണ്ടാവും. അങ്ങനെ ഹലാലാക്കി കൊടുക്കുന്ന സ്കോളേഴ്സ് ഒക്കെ പലരും നമ്മുടെ ചുറ്റുപാടും ഉണ്ട്. അപ്പോ ഞാൻ അതിൽ അഭിപ്രായം പറയാൻ മുതിരുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇൻഷുറൻസ് സംവിധാനം പലിശ അധിഷ്ഠിതമായത് തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് അത് ഒട്ടും തൃപ്തികരമായതല്ല. മാത്രവുമല്ല, ഞാൻ അതിൽ സ്വീകരിക്കുന്ന ഒരു സംഗതി, അള്ളാന്റെ കാവലാണ് ഏറ്റവും വലിയ ഇൻഷുറൻസ്. നമ്മൾ ഏത് ഇൻഷുറൻസ് കമ്പനികളിൽ നമ്മൾ ചേർന്നിട്ടുണ്ടെങ്കിലും ഒരാവശ്യം ഉണ്ടാവുമ്പോ ഇതൊന്നും നമുക്ക് മതിയായിന്ന് വരൂല, ഉപകരിച്ചെന്ന് വരൂല. അതിനേക്കാളൊക്കെ നമ്മൾ തീ തിന്നുന്ന അനുഭവങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ടാവും. അതേ സമയത്ത് നമ്മൾ അള്ളാഹുൽ ഭരമേൽപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൽ തവക്കൽ ചെയ്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ അള്ളാന്റെ ഒരു കാവല് ഇത്തരം പ്രയാസങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്ന വിധത്തില് നമുക്കുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് ഇല്ലാതെ പോയ ശാരീരികമായ അസ്വസ്ഥതകളും അതുപോലെ രോഗങ്ങള്, ഏറ്റവും ഏറെ പണച്ചെലവ് ഉണ്ടാകുന്ന രോഗങ്ങള്, ഇത് നമുക്ക് ഉണ്ടായിട്ടില്ലാത്തതൊന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കൂ. അപ്പോ നമുക്ക് കാണാൻ പറ്റും നമ്മളുടെ ആ തവക്കലിനുള്ള ജസാ അള്ളാഹു തആല തരുന്നത് നമ്മൾ ഇപ്പോ തന്നെ ആസ്വദിക്കുന്നുണ്ട് ധാരാളം എന്ന്. അള്ളാഹുവിൽ തവക്കൽ ചെയ്യുന്നതിന് പകരം ഈ ഇൻഷുറൻസിൽ തവക്കൽ ചെയ്യുമ്പോൾ രോഗം വന്നാൽ മരുന്ന് വാങ്ങാൻ ചികിത്സിക്കാനൊക്കെ പണം കിട്ടിന്ന് വരും. മറിച്ചാണെങ്കിൽ എന്റെ ഒരു വൈൽഡ് ആയിട്ടുള്ള എസംഷൻ, പല രോഗങ്ങളിൽ നിന്നും അത് വരാതെ അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കും. കാരണം നമ്മൾ അള്ളാഹുവിനെ തവക്കുല് ചെയ്തുകൊണ്ട് അവനിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഈ അവന്റെ തെളിമയുള്ള വഴി വിട്ട് പോവാതെ കൃത്യമായി ഹക്കിന്റെ മാർഗത്തിൽ നിലക്കൊള്ളാൻ വേണ്ടിയാണ് നമ്മൾ ഈ കണിശത പാലിക്കുന്നത് എന്നത് അള്ളാഹുവിനറിയാം. അതുകൊണ്ട് തന്നെ ആ തവക്കുലിന്റെ ഒരു ജസാ ആയിട്ട് തീർച്ചയായിട്ടും പല രോഗങ്ങളും പല പ്രയാസങ്ങളും നമ്മളുടെ കാര്യത്തിൽ അള്ളാഹു ഒഴിവാക്കി തരാൻ വലിയ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അള്ളാഹുവിനിൽ തവക്കൽ ചെയ്യുക എന്ന ഒരു ഇൻഷുറൻസ് ആണ് എനിക്ക് ഏറെ തൃപ്തികരമായിട്ട് അനുഭവപ്പെട്ടിട്ടുള്ളത്. മറ്റത് രോഗം വന്നാല്, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാല്, അവശത ഉണ്ടായാല്, അപകടം പറ്റിയാല് ഒക്കെ കിട്ടുന്ന സാമ്പത്തിക സഹായമാണല്ലോ ഈ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപകടം ഇല്ലാതിരിക്കലും രോഗം വരാതിരിക്കലും അതിനേക്കാൾ ഉത്തമമായ ഒരു സംഗതിയാണ് എന്ന ഒരു കൺവിക്ഷനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതുകൊണ്ട് ഇതിൽ ഞാൻ വ്യക്തമായി ഇങ്ങനെ ഇത് ഹലാൽ ഇത് ഹറാം എന്നൊന്നും പറയുന്നില്ല. ഞാൻ കാര്യങ്ങളുടെ ആ തലങ്ങൾ, വിവിധ തലങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. അതില് സൂക്ഷ്മതയോടുകൂടി വഴി തിരഞ്ഞെടുക്കാൻ ഓരോരുത്തരും സന്നദ്ധരാവുകയാണ് നല്ലത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഞാനിങ്ങനെ പറയേണ്ടി വരുന്നത് അത്രയും വ്യാപകമായ വിധത്തില് ഇസ്ലാമിക ലോകത്ത്, ഇസ്ലാമിക സമൂഹത്തിനകത്ത് ഒക്കെ ഇൻഷുറൻസ് പ്രായോഗിക തലത്തിൽ കോമൺ ആയി മാറിയിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ തന്നെ പലിശയുടെ ആളുകളായി മാറിയോ എന്നൊക്കെയുള്ള ചോദ്യങ്ങള് സ്വാഭാവികമായിട്ടും വന്നു ചേരും. അതിലൊന്നും ഒരു ഫത്വ പറയാൻ ഞാനിപ്പോ തൽക്കാലം ഒരുക്കമല്ല. ഞാൻ സ്വീകരിക്കുന്ന ഒരു വഴി ഇതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.